എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ സ്പീക്കറിൻ്റെ TS പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ച് ഇതിന് പക്കായിട്ടുള്ള ഒരു എൻക്ലോഷർ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളതിന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ തുടർന്ന് കാണുക. ആദ്യമായിട്ട് TS പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. അത് ആദ്യം കണ്ടുപിടിക്കാം. TS പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡിൽ വരുന്ന ലിങ്കിൽ നിന്ന് വീഡിയോ കാണുക. അടുത്തതായിട്ട് കണ്ടുപിടിച്ച TS പാരാമീറ്റേഴ്സ് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ബോക്സ് ട്യൂൺ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള ഒരു എൻക്ലോഷർ ടൈപ്പ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഡ്രൈവറിനും ചേർന്ന ഒരെണ്ണമായിരിക്കണം. അതിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ എൻക്ലോഷേഴ്സ് ബിൽഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എൻക്ലോഷർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ബോക്സ് ട്യൂണിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇപ്പോൾ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.
ഇത്രയും പെർഫോമൻസ് പാരാമീറ്റേഴ്സിലൊന്ന് ഞാൻ ചൂസ് ചെയ്തത് സീൽഡ് ബോക്സ് ആണ്. 47 ഹെർട്സിൽ ട്യൂൺ ചെയ്തിരിക്കുന്നത്. 40 ലിറ്ററുള്ള ബോക്സ് ആണ് വേണ്ടതെന്ന് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് 2-വേ ബോക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2-വേ ക്രോസ് ഓവർ ഡിസൈൻ ചെയ്യാം. ഡ്രൈവേഴ്സിൻ്റെ ഇമ്പിഡൻസും അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി മാത്രം കൊടുത്താൽ മതി. LNC വാല്യൂസ് ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ഈ ഓഡിയോ ഒരു കോളർ മൈക്ക് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഹൈ ഫിഡലിറ്റി മൈക്കൊന്നുമല്ല. അതുകൊണ്ട് ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ബേസ് ഒരു വിധമെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ഇനി കുറച്ച് വോളിയം കൂട്ടി വെച്ച് നോക്കാം. നിങ്ങളുടെ ഹെഡ്സെറ്റിൻ്റെ വോളിയം കുറയ്ക്കുക. ഇത്രയും നേരം ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തത് സ്പീക്കറിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്നിട്ടാണ്. ഇനി ഞാൻ റൂമിൻ്റെ നടുക്ക് നിന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. കേട്ടു നോക്കുക.
സ്പീക്കേഴ്സിൻ്റെ TS പാരാമീറ്റർ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ സീരീസ് മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.